കറണ്ട് അഫയേഴ്സ് 2024 ജനുവരി ഫെബ്രുവരി മാസത്തെ ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി എത്രാം വട്ടമാണ് ഷെയ്ഖ് ഹസീന ചുമതലയേറ്റത്? ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി എത്രാം വട്ടമാണ്? 4ാം വട്ടമാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിട്ട് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലഹരി വസ്തുവായ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2023 മുന്നിലെത്തിയ രാജ്യം? ലഹരി വസ്തുവായ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2023 മുന്നിലെത്തിയ രാജ്യമാണ് മ്യാൻമാർ. നോട്ട് ചെയ്യുക, മ്യാൻമാർ. ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? നോട്ട് ചെയ്യുക, പ്രജാ ദർബാർ. ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. തെലങ്കാനയിലാണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായിട്ട് ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായിട്ട് ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് ലക്നൗവിലാണ്. ലക്നൗവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം? സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രമാണ് കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം. കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, കഥാകൃത്ത് ടി പത്മനാഭൻ്റെ ജീവിതം ജീവിതം ആധാരമാക്കിയുള്ള സിനിമയാണ് നളിനകാന്തി. കഥാകൃത്ത് ടി പത്മനാഭൻ്റെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമയാണ് നളിനകാന്തി. അപ്പോൾ ചോദിക്കും, നളിനകാന്തി ആരുടെ ജീവിതത്തെ ആധാരമാക്കിയിട്ടുള്ള സിനിമയാണ്? കഥാകൃത്ത് ടി പത്മനാഭൻ്റെ. ഓക്കെ, നെക്സ്റ്റ്, മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായിട്ട് സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായിട്ട് സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. നെക്സ്റ്റ്, ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ഗുരുഗ്രാം. എവിടെയാണ്? ഗുരുഗ്രാം. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് ഗുരുഗ്രാമിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. നെക്സ്റ്റ്, 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കി. മൗണ്ട് ലെവോട്ടോബി ലാക്കി. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കി. നെക്സ്റ്റ്, 2023 ഫിഫയുടെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2023 ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്, അർജൻറ്റീന. ഓക്കെ, 2023 ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുത്തത് ലയണൽ മെസ്സിയാണ്. നെക്സ്റ്റ്, മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയാണ് അപ്രൻറ്റീസ്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് ദ അപ്രൻറ്റീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം?
2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം മലേഷ്യ. മലേഷ്യയാണ് ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഏത് പ്രത്യേക അനുച്ഛേദമാണ് പ്രയോഗിച്ചത്? അനുച്ഛേദം 99. നോട്ട് ചെയ്യുക. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഏത് പ്രത്യേക അനുച്ഛേദമാണ് പ്രയോഗിച്ചത്? അനുച്ഛേദം 99. നെക്സ്റ്റ്, രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3-ാം വർഷവും നേടിയത് ആരാണ്? കൊൽക്കത്ത. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3-ാം തവണയും നേടിയത് കൊൽക്കത്തയാണ്. നെക്സ്റ്റ്, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ വകുപ്പ് 2019 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടി സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് 2023 ഡിസംബർ 11 ഏകകണ്ഠമായി ശരിവച്ചു. വകുപ്പ് ഏതാണ്? വകുപ്പ് 370. ഓക്കെ, നോട്ട് ചെയ്യുക. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ വകുപ്പ് 2019 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടി സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് 2023 ഡിസംബർ 11 ഏകകണ്ഠമായി ശരിവച്ചു. വകുപ്പ് ഏതാണ്? വകുപ്പ് 370. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള നിരൂപകൻ കൂടിയായ കവി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള നിരൂപകൻ കൂടിയായ കവിയാണ് EV രാമകൃഷ്ണൻ. നെക്സ്റ്റ്, മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമയുടെ പേരാണ്? മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജീവിതം ആധാരമാക്കിയിട്ടുള്ള സിനിമയുടെ പേരാണ് മേം അടൽ ഹൂം. നെക്സ്റ്റ്, പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഡൽഹി പോലീസിൽ നിന്ന് ഏറ്റെടുത്ത കേന്ദ്ര സുരക്ഷാ സേന. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഡൽഹി പോലീസിൽ നിന്ന് ഏറ്റെടുത്ത കേന്ദ്ര സുരക്ഷാ സേനയാണ് CISF. ഓക്കെ, നെക്സ്റ്റ്, മലയാള കവയിത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം. മലയാള കവയിത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. നെക്സ്റ്റ്, ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ 2ാമത്തെ കോസ്മിക് കിരണത്തെ ഭൗതിക ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇതിന് നൽകിയ പേര് അമാറ്റെറസു എന്നാണ്. ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ 2ാമത്തെ കോസ്മിക് കിരണത്തെ ഭൗതിക ശാസ്ത്രജ്ഞർ നൽകിയ പേര്. ജപ്പാൻ പുരാണത്തിലെ സൂര്യദേവതയുടെ പേരാണിത്. ഓക്കെ, നെക്സ്റ്റ്, ഏത് രാജ്യത്തിൻ്റെ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചത്? ഏത് രാജ്യത്തിൻ്റെ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചത്? അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ്, 2023 ബുക്കർ സമ്മാനം നേടിയത്. 2023 ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ച്. 2023 ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ചാണ്. പ്രോഫ്റ്റ് സോങ് എന്ന നോവലിനാണ് പോൾ ലിഞ്ചിന് 2023 ബുക്കർ സമ്മാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ,
ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 24,104 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് PM ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 24,104 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് PM ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. നെക്സ്റ്റ് 2015 മുതൽ സംവിധാൻ ദിവസ് എന്നറിയപ്പെടുന്ന ദിനം. 2015 മുതൽ സംവിധാൻ ദിവസ് എന്നറിയപ്പെടുന്ന ദിനം ഭരണഘടനാ ദിനം നവംബർ 26. ഭരണഘടനാ ദിനമാണ്, നവംബർ 26 2015 മുതൽ സംവിധാൻ ദിവസ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ ആരാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ VR ലളിതാംബിക. നോട്ട് ചെയ്യുക, ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ VR ലളിതാംബിക. അടുത്ത ക്വസ്റ്റ്യൻ, നിർമ്മിത ബുദ്ധിയെ AI സുരക്ഷിതമാക്കാനായി വാഷിങ്ടണിൽ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ എത്ര രാജ്യങ്ങൾ ഒപ്പുവെച്ചു? 18 രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയെ സുരക്ഷിതമാക്കാനായിട്ട് വാഷിങ്ടണിൽ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ 18 രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ദുബായിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ദുബായിലാണ്, UAE. നെക്സ്റ്റ്, അന്റാർട്ടിക്കയിൽ 2029 യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം. അന്റാർട്ടിക്കയിൽ 2029 യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി 2. നെക്സ്റ്റ്, 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാൻ. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാൻ. നോട്ട് ചെയ്യുക, 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയാണ് അസർബൈജാൻ. ഓക്കെ, താങ്ക് യു.